എല്ലാവർക്കും നമസ്തേ. എന്തോ ഒരു അവകാശവാദമായിരുന്നു പാറ്റകളുടേത്. ജൂൺ 6-ന് ഞങ്ങൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പറന്നിറങ്ങി ഞങ്ങൾ അവിടുന്ന് രാജ്യമൊട്ടാകെ വ്യാപിക്കും, എന്നിട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ കാർന്നു തിന്നും എന്നുള്ള തരത്തിൽ കൊട്ടിഘോഷിച്ച് ഒരുത്തൻ അമേരിക്കയിൽ നിന്ന് പറന്നിറങ്ങി. ജന്തർ മന്ദറിൽ അയാൾ വിചാരിച്ചത് പ്രതിഷേധിക്കാൻ അവസരം കൊടുക്കുകയില്ല, അനുവാദം കൊടുക്കുകയില്ല. അപ്പോൾ അത് വെച്ച് കലാപം ഉണ്ടാക്കാം എന്ന് അയാൾ പ്രതീക്ഷിച്ചു. ആരാണ്? പാർട്ടിയുടെ നേതാവ് അഭിജിത്ത് ദിപ്കെ. പക്ഷേ അയാളുടെ പ്രതീക്ഷകളെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ട് ഡൽഹി പോലീസ് അനുവാദം കൊടുത്തു. ഡൽഹി പോലീസ് അനുവാദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെയും ദില്ലി തീരുമാനം തന്നെയാണ്. കാരണം ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ അനുവാദം കൊടുത്തു. ആളുകളെല്ലാം ആകാംക്ഷയോട് ഒത്തുകൂടി. ആളുകളെന്ന് പറഞ്ഞാൽ ഇവരല്ല, കാണികൾ, പിന്നെ ഇവരുടെ നീക്കം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകർ. ഇവരിവിടെ കൂടുന്നതിന് മുമ്പ് കേരളത്തിലായിരുന്നു ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് ഒരു റിപ്പോർട്ടർ ചാനൽ, മീഡിയ വൺ, ജമാഅത്തിൻ്റെ റിപ്പോർട്ടർ ചാനൽ. അവരെന്നും ദേശവിരുദ്ധതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ചാനലുകളാണ് ഇവ രണ്ടും. കൊട്ടിഘോഷിച്ച് ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കും, പൊട്ടിത്തെറി ഉണ്ടാവും, നരേന്ദ്രമോദി രാജിവെച്ച് ഓടിപ്പോകുമെന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ അങ്ങോട്ട് പടച്ചുവിടാൻ തുടങ്ങി. നരേന്ദ്രമോദി പേടിച്ച് കിടുങ്ങിയിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ഇവർ വാർത്തകളൊക്കെ അങ്ങോട്ട് വിടാൻ തുടങ്ങി. അത് ആകാംക്ഷ കാരണം ജനങ്ങൾ അത് കാത്തിരുന്നു. ഭാരതത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് വരെ ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർ പറഞ്ഞ സമയമായി ഇവരങ്ങോട്ട് പ്രതിഷേധം തുടങ്ങി. ആകെ 100-300 പേരവിടെ കൂടി. അതും കൂടിയതാരൊക്കെയാണെന്ന് നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാം. ഐസ എന്ന് പറയുന്ന തീവ്രവാദികളുടെ ഒരു വിദ്യാർത്ഥി ഭാഗമായ ഐസ, പിന്നെ മറ്റൊരു രാജ്യവിരുദ്ധ സംഘടനയായ SFI, ഇതിൻ്റെയൊക്കെ പ്രവർത്തകരാണ് ഡൽഹിയിൽ. അവരെല്ലാം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തമ്പടിച്ചിരിക്കുന്നവരാണല്ലോ അവിടെ ഒത്തുകൂടിയത്. പിന്നെ വേറൊരു നേതാവ്, ഈ ചൈന പാർട്ടിയുടെ ഒരു നേതാവുണ്ടല്ലോ, നമ്മുടെ CPIയുടെ ആനി രാജ, ഒരു വിവരമില്ലാത്ത ഒരു നേതാവ്, അവരും ഇന്നലെ പറഞ്ഞിരുന്നു, അവരും ഇതിനോടൊപ്പം കൂടുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു വിദ്വാനുണ്ട്, ഒരു സിനിമാ താരം കൂടിയായ ഒരു രാജ്യവിരുദ്ധ മനസ്ഥിതിയുമായിട്ട് നടക്കുന്ന ഒരു പ്രകാശ് രാജ്. ഈ മഹാന്മാരും മഹതികളും ഒക്കെ അല്ലാതെ ഒരൊറ്റ മനുഷ്യരും അവിടെ ഇവരുടെ പ്രക്ഷോഭത്തിൽ കൂടാൻ എത്തിച്ചേർന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഈ രാജ്യം അങ്ങനെയൊന്നും കലാപകലുഷിതമാക്കാൻ രാഹുൽ ഗാന്ധിയല്ല, ആനി രാജയല്ല, അവരുടെ ഭർത്താവ് ഡാനിയൽ രാജയല്ല, ബേബിയോ പിണറായിയോ ഒരുത്തനും വിചാരിച്ചാൽ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. കാരണം ഈ രാജ്യത്തിൻ്റെ കാവലാളായിട്ട് ഒരു മഹാപ്രസ്ഥാനം നിലകൊള്ളുമ്പോൾ, അതായത് RSS എന്ന മഹാപ്രസ്ഥാനം നിലകൊള്ളുമ്പോൾ, ആ RSSൻ്റെ പിൻബലത്തോടുകൂടി രാജ്യം ഭരിക്കുന്ന BJP എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടി നിലകൊള്ളുമ്പോൾ ഈ പാറ്റകൾക്ക് ഒരു രീതിയിലും ഇവിടെ പറന്നുയരാനുള്ള അവസരം കിട്ടുകയില്ല എന്നുള്ളത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കറിയാം. അത് അനുസരിച്ച് ജനങ്ങൾ ഇവരെ അവജ്ഞയോടെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അഭിജിത്ത് ദിപ്കയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, അയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അയാളുടെ പേരിൽ പൂനെയിലെ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതാണ്. ഇയാൾ പ്രതീക്ഷിച്ചത് ആ കേസ് വെച്ച് ഇയാൾ ഇന്ത്യയിൽ വന്നാൽ NIA അന്വേഷിക്കുന്ന മറ്റോ കേസാണെന്ന് തോന്നുന്നു. അതോ പൂനെ പോലീസ് സ്റ്റേഷൻ അതിർത്തി
നിന്നുള്ള ഒരു കേസാണ്. അയാൾ വിചാരിച്ചത് അയാൾ ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ, അത് അയാൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയിൽ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അയാൾ ഉദ്ദേശിച്ചതും അതാണ്, അയാളെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മറ്റൊരു രീതിയിലോട്ട് മാറ്റിയെടുക്കാം, അതായത് മാറ്റിവിടാം എന്നാണ് വിചാരിച്ചത്. അയാൾ അന്നേരം തീർച്ചയായിട്ടും ആ കേസിൻ്റെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ പറയും, കണ്ടോ ഞങ്ങൾ പാറ്റകളുടെ ഈ പ്രതിഷേധത്തിൽ ഭയം പൂണ്ട കേന്ദ്ര സർക്കാർ തന്നെ അറസ്റ്റ് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു അയാൾ നമ്മുടെ നാട്ടിലെത്തിച്ചേർന്നത്. ആ ആഗ്രഹവും പൊലിഞ്ഞുപോയി. കേന്ദ്ര സർക്കാർ എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ളതാണല്ലോ. ഈ കൂറയുടെ കൂട്ടുള്ള ഈ അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന കൂറ, അല്ലെന്നുണ്ടെങ്കിൽ ആനിരാജ എന്ന് പറയുന്ന കൂറ, ഇവരുടെയൊന്നും പോലെ ബുദ്ധിയില്ലാത്ത ആളല്ല നരേന്ദ്രമോദി. അതുകൊണ്ടാണ് ഈ കൂറകളുടെ പാർട്ടിയുടെ നേതാവിനെ, ഈ കൂറകളുടെ നേതാവിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ അവിടെ പ്രതിഷേധം നടത്തിപ്പോട്ട് നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ സമീപനം കൈക്കൊണ്ടത്. അയാൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കി വിടാം. ആ 300 പേരെങ്കിൽ 300 പേര്, അവരെ വെച്ച് കലാപം ഉണ്ടാക്കിയാൽ അതൊരു ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് ഇതാണ്ട് ഇവിടെ യുവാക്കൾ കലാപത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാം എന്നായിരുന്നു അയാൾ പ്രതീക്ഷിച്ചതും. അയാൾ തന്നെയല്ല, ആനിരാജ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഉദ്ദേശിച്ചതായിരുന്നു. അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശശി തരൂർ പ്രസ്താവന ഇറക്കിയെങ്കിലും ശശി തരൂരാകട്ടെ കോൺഗ്രസ് നേതാക്കളാകട്ടെ ആരും അവിടോട്ട് പോയിരുന്നില്ല. നേരത്തെ രാഹുൽ ഗാന്ധി ആയിരുന്നു 2 പ്രാവശ്യം ജൻസി പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത്. കാരണം അദ്ദേഹത്തിന് അറിയാം തെരഞ്ഞെടുപ്പിൽ കൂടി എന്തായാലും പ്രധാനമന്ത്രിയാകാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം. കുറേ നാളുകൊണ്ട് കുപ്പായം തയ്ച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. അമ്മച്ചി ആദ്യം കുപ്പായം തയ്ച്ചു വെച്ചു, രാഹുലിൻ്റെ അമ്മച്ചി സോണിയാഗാന്ധി, നടന്നില്ല. അത് കഴിഞ്ഞ് നടക്കാതിരുന്നപ്പം അവർ മൻമോഹൻ സിംഗിനെ മുന്നിലിരുത്തിക്കൊണ്ട് അവർ രാജ്യം ഭരിച്ചു. മകന് അങ്ങനെ പോലും ഭരിക്കാനൊരു അവസരം കിട്ടാത്തതിൽ ഉള്ള മനപ്രയാസത്തിൽ നടക്കുകയാണ്, കുപ്പായം തയ്ച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്രിയങ്ക വാദ്ര, അവരുടെ സഹോദരി, അതായത് രാഹുലിൻ്റെ സഹോദരി, അവരൊരു വലിയൊരു കുപ്പായം തയ്ച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. വല്ല ഉപപ്രധാനമന്ത്രിയുടെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പ്രധാന ആഭ്യന്തരം പോലുള്ള പ്രധാന വകുപ്പിൻ്റെ കുപ്പായമായിരിക്കും തയ്ച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒന്നും ആഗ്രഹം തെരഞ്ഞെടുപ്പിൽ കൂടി സഫലമാകുകയില്ല എന്ന് മനസ്സിലാക്കിയ ഇവരൊക്കെ ചേർന്ന് ഈ ജൻസി കലാപത്തിന് അതിന് തുടർന്നുണ്ടാകുന്ന ആ ഒരു ഭരണമില്ലായ്മ, അതിൽ നിന്ന് മുതലെടുത്ത് ഈ കുപ്പായം ഇട്ടുകൊണ്ട് സിംഹാസനങ്ങളിൽ വാഴാമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് അവർക്കുള്ളത്. അതിനുവേണ്ടിയാണ് ഇവർ ഇതേപോലുള്ള കലാപത്തിന് ആഹ്വാനം നടത്തുന്നതും. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടുത്തെ യുവജനത അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെയേറെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ പ്രതിപക്ഷ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിപക്ഷങ്ങൾക്ക്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ലല്ലു യാദവിൻ്റെ RJD, അതിൻ്റെ ഒരു ഘടകമാണല്ലോ. കേരളത്തിലും ഉണ്ട് ശ്രേയാംസ് കുമാർ, MV ശ്രേയാംസ് കുമാർ എന്ന് പറയുന്ന വിദ്വാൻ. അവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ കൂറ പാർട്ടി രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചു മുമ്പ് ഈ ജമായത്ത്, രാജ്യവിരുദ്ധ ശക്തിയായ മതമൗലികവാദികളായ ജമായത്തിൻ്റെ ഒരു മാധ്യമത്തിൽ ഞാൻ വാർത്ത വായിച്ചു, വാർത്ത കണ്ടു, അതായത് മീഡിയ വണ്ണിലെ വാർത്ത കണ്ടു. അങ്ങ് ഒഴുകിയെത്തുന്നു പാറ്റകൾ, എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് തകർത്ത് വിടുകയായിരുന്നു. ഈ കൂറകളെക്കാട്ടിൽ അവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ വന്ന കൂറകളെക്കാട്ടിൽ കൂടുതലായിരുന്നു മാധ്യമപ്രവർത്തകർ. കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം അങ്ങ് ആഘോഷിച്ചു.
ഞാൻ ദേശീയ ചാനലുകൾ രണ്ട് മൂന്നെണ്ണം വെച്ച് നോക്കിയപ്പോൾ അതിനകത്തിലൊന്നും ഇതേപോലുള്ള വാർത്തകളും ഒന്നും കാണുന്നില്ല. അവർ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അതേസമയം കേരളത്തിലെ ഈ കുറേ ദേശവിരുദ്ധ വാർത്താ ചാനലുകൾ എന്താണ് ചെയ്തത്? ഭയങ്കരമായിട്ട് ഏതാണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓരോ ചാനലും 2-3 ടീമിനെ വെച്ചാണ് ഡൽഹിയിൽ അയച്ചത്. എന്നിട്ടങ്ങ് പൊലിപ്പിച്ച് കാണിച്ച് അവരങ്ങ് ആഘോഷിക്കുകയായിരുന്നു. മനോരമ ഒക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു ഇത് നേരത്തെ പ്രചാരണം നടത്തിയിരുന്നത്? ഇവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ചുക്കും സംഭവിക്കാതെ ഈ കൂറ പാർട്ടി നാണം കെടുകയാണ് ഉണ്ടായത്. ഈ കൂറകൾക്ക് നേതൃത്വം കൊടുക്കാനെത്തിയ ആനിരാജ എന്തിയെ, എവിടെ പോയി? ഇതൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്തതുപോലെ ജനങ്ങൾ ഇതിനെ, ഈ മാധ്യമങ്ങൾ ഇതിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഒരു 10-12 വർഷം മുമ്പ് വരെ രാജ്യം ഭരിച്ചിരുന്നത് ദേശവിരുദ്ധരായിരുന്നു, ഭാരതവിരുദ്ധരായിരുന്നു, ഇവിടുത്തെ സംസ്കാരത്തിനെതിരായി നിൽക്കുന്നവരായിരുന്നു. പ്രത്യേകിച്ച് പറയാനില്ല, ഹിന്ദു വിരുദ്ധരായിരുന്നു. അവരെ ജനങ്ങൾ പുറംകാലി കൊണ്ട് തൊഴിച്ചെറിഞ്ഞ് രാജ്യസ്നേഹികൾക്ക് അധികാരം കൈമാറി അവരെ നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു. ആ ഭരണകൂടം ഈ നാട്ടിലെ ജനങ്ങളിൽ ദേശീയബോധം വളർത്തി അവരെ ദേശത്തെ സ്നേഹിക്കാൻ ചിന്തിപ്പിച്ചു. അതിൽ നല്ലൊരു ശതമാനം ജനങ്ങളും അത് അവരുൾക്കൊണ്ടു. പക്ഷേ കുറേ ഈ ഈ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD പോലുള്ള, പിന്നെ CPM പണ്ടേ ഈ രാജ്യവിരുദ്ധരാണ്. അവർ ചൈനയ്ക്ക് വേണ്ടി CPIയും CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കണമെന്ന് പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് നടക്കുന്നവരായതുകൊണ്ട് അവരുടെ പേര് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്, അവരെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. മറ്റുള്ളവർ ദേശീയവാദികൾ എന്നുള്ള സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരും അവരുടെ അനുയായികളും കുറേ പേര് മാത്രം ഈ ദേശീയതയ്ക്കെതിരെ എന്നും കൊള്ളുന്നുണ്ട്. രാജ്യവിരുദ്ധരായ മതമൗലികവാദികളായ ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ വക്താക്കളെ പോലെയാണ് കോൺഗ്രസ്സുകാർ ഈ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനെ പോലും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ ദേശീയത പ്രതീക്ഷിക്കുകയേ വേണ്ട, ദേശസ്നേഹം പ്രതീക്ഷിക്കുകയേ വേണ്ട. നമ്മുടെ കേരളത്തിലാകട്ടെ ഈ കോൺഗ്രസിൻ്റെ വാലായ കേരളത്തിലെ ഭരണകൂടം എന്താണ് കാണിക്കുന്നത്? ജമാഅത്തിൻ്റെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ജമാഅത്തിൻ്റെ നേതാക്കളെ വിളിച്ചിരുത്തി സൽക്കരിക്കുന്നു. തികച്ചും ഭാരതവിരുദ്ധരായിട്ടുള്ള, നമ്മുടെ സംസ്കാരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന വിശാല പാകിസ്ഥാൻ രൂപീകരിക്കാൻ ഓടി നടക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, ഭാരതത്തെ മൊത്തം ഇസ്ലാമികവൽക്കരിക്കുക എന്ന് ഉള്ള ആ ഒരു ചിന്തയോടുകൂടി നടക്കുന്ന ജമാഅത്തിൻ്റെ നേതാക്കളെ വിളിച്ചിരുത്തി സൽക്കരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! അങ്ങനെയുള്ളവർ പാറ്റകളുടെ പിറകെ പോകുകയില്ല എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ? അവർ പാറ്റകളെ പ്രോത്സാഹിപ്പിക്കും. രാജ്യത്തൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്ന് ഈ രാഹുൽ ഗാന്ധി എന്ന തികച്ചും രാജ്യവിരുദ്ധൻ, രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നവനെ പ്രധാനമന്ത്രിയാക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നടക്കുന്ന കോൺഗ്രസ്സുകാരുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട്, ഒരിക്കലും നിങ്ങൾക്കൊന്നും ഈ ഭാരതമെന്ന മഹത്തായ രാജ്യത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു. അതിന് നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ കൂറകളുടെ പരാജയപ്പെട്ട പ്രകടനം.
ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.